ഹലോ, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കിയാലോ. എണ്ണയൊന്നും ഉപയോഗിക്കാത്ത, എണ്ണയൊന്നും ഫ്രൈ ചെയ്തെടുക്കാത്ത ഒരു പലഹാരം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് പഴം ഉപയോഗിച്ചിട്ടാണ്. ഒരുപാട് പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ കളയും, അല്ലെങ്കിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കും മാക്സിമം. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കേട്ടോ. നമ്മൾ പഴം കൊഴുക്കട്ട എന്ന് പറഞ്ഞ സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി ഞാൻ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ പഴം ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിൻ്റെ 2 ഭാഗവും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ ഇതുപോലെ ഒരു 10-15 മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇതിവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് ഫില്ലിങ്ങിനുള്ള സംഭവം റെഡിയാക്കാം. ഇതിനായിട്ട് അരമുറി തേങ്ങയാണ് കേട്ടോ. ഞാൻ ചെവുന്നതിൻ്റെ ഇടയിലാണ് തേങ്ങ എടുത്ത് കാണിക്കുന്നത്. അരമുറി തേങ്ങയും ഒരു 3 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ശർക്കര നമുക്ക് വെള്ളം ചേർത്ത് അലിയിപ്പിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒന്നിച്ച് വലിയ കഷ്ണമാക്കി ഇടാതെ പൊട്ടിച്ചിടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഞാനിത് ശർക്കര മുഴുവനായിട്ട് ഇട്ട് കുറച്ച് സമയം എടുത്തു ഇങ്ങനെ ആയി കിട്ടാൻ. അപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. അല്ലെങ്കിൽ ശർക്കര പാനി ഓൾറെഡി ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് നമ്മുടെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും ശർക്കരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അത് എത്രയൊന്നുമില്ല. പിന്നെ കുറച്ച് ഏലക്കായും പഞ്ചസാരയും ഒന്നിച്ച് പൊടിച്ചെടുത്ത് വെച്ചിരുന്നതാണ്. പഞ്ചസാരയും ഏലക്കായും ഒന്നിച്ച് പൊടിച്ചാൽ നമുക്ക് പെട്ടെന്ന് എല്ലാം മിക്സായി കിട്ടും. ഏലക്കായ മാത്രം പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊലിയും ഒക്കെ കുരുവൊക്കെ വേറെ കിട്ടുള്ളൂ. അങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചാൽ അത് കുറച്ച് ചേർത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പതുക്കെ അത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് തേങ്ങയിനകത്ത് ശർക്കരയൊക്കെ പിടിച്ച് ഡ്രൈ ആയി കിട്ടണം. ആ സമയം വരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് നേരിട്ടത് ആക്കേണ്ട ആവശ്യമില്ല. ഒരു മാക്സിമം കുറച്ച് സമയമാകുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കുറച്ച് സമയം അധികം എടുത്തു. കുറച്ച് നേരം കൂടി കിടക്കട്ടെ, എന്നാലേ ഇത് ഡ്രൈ ആവുള്ളൂ എന്ന് കരുതിയിട്ട്. അപ്പോൾ അധികം സമയം ഇത് ഡ്രൈ ആക്കാൻ നിൽക്കണ്ട. ഏകദേശം ഈ സമയമൊക്കെ ആവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ ഭയങ്കര നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇത് കാരണം ഞാൻ കുറച്ചധികം സമയം എടുത്തു, അതാണ് ഒരുപാട് ഡ്രൈ ആയി പോയത്. ഇനി നമുക്കത് ചൂട് പോകാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയം നമ്മുടെ പഴം വെന്തിട്ടുണ്ടാകും. ഇനി നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിന് തൊലി കളഞ്ഞിട്ട് നമുക്ക് നന്നായി കുത്തി ഉടച്ചെടുക്കണം. അത്യാവശ്യം ചൂട് പോയ ശേഷം തന്നെ തൊലിക്ക് പെട്ടെന്ന് നമുക്ക് കളഞ്ഞിട്ട് ഇതിൻ്റെ നടുവിലുള്ള നമ്മളതിൻ്റെ വിത്തുകൾ ഉണ്ടാവില്ലേ, ആ കറുത്ത ചെറിയ ചെറിയ വിത്തുകൾ, അത് മാറ്റി കൊടുക്കണം. ഇനി അത് മാറ്റിയില്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണാൻ ലുക്ക് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം മാറ്റിയതാണ്, റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കത് തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ശർക്കരയില്ലേ, അത് അത്യാവശ്യം ചൂട് പോയിട്ടുണ്ടായിരുന്നു. ഈ സമയം നമുക്കിത് എന്ത് ചെയ്യാം, ഒരു ബോൾ ഷേപ്പിലാക്കി കൊടുക്കാം കേട്ടോ. ഈ ഷേപ്പ് ആക്കുമ്പോഴേ ഉള്ളൂ നമ്മൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന കൊഴുക്കട്ടയും നല്ല ഷേപ്പിലാവുള്ളൂ കേട്ടോ. ഇത് കുറച്ച് ഹാർഡായിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരുപാട് സമയം അത് തീയിലിട്ടിട്ട് നന്നായി ഡ്രൈ ആവാൻ നിൽക്കരുത്. അങ്ങനെ 6 ബോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ വെക്കാം. നമ്മൾ നേരത്തെ വെച്ച നമ്മുടെ പഴം എടുത്തിട്ട് നന്നായിട്ട് കുത്തി ഉടച്ച് കൊടുക്കണം. ഒട്ടും കട്ടകൾ പാടില്ല കേട്ടോ. നന്നായി ഉടച്ച ശേഷം ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി, പത്തിരിക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധാ അരിപ്പൊടി 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ എത്ര എടുക്കുന്ന അതിന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഉപയോഗിക്കാം കേട്ടോ. ഒരുപാട് ഉപയോഗിക്കരുത്, അത് ഉപയോഗിച്ചാൽ ലൂസായി പോവും. കുറച്ച് അത് കുഴച്ചെടുക്കാൻ വേണ്ടി മാത്രം ചൂടുവെള്ളം ഉപയോഗിക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പാക്കുന്ന പരിപാടി കേട്ടോ. ഇതിന്ന് ഓരോന്ന് എടുത്തിട്ട് ബോൾ ഷേപ്പാക്കിയിട്ട് പിന്നെ ഇതേപോലെ ഫില്ല് ചെയ്യുക. നമ്മളിതകത്ത് വെക്കുന്ന രീതിക്കുള്ള ഇതേപോലെ ഷേപ്പാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കുമ്പോൾ മാക്സിമം കുറച്ച് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഉപയോഗിക്കുക. ഒരുപാട് 1 കപ്പ് ഉപയോഗിക്കുന്നുണ്ട്, 2 കപ്പൊന്നും ഉപയോഗിക്കരുത്. അത്യാവശ്യം കുറച്ച് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കണം. എങ്കിലും അതിൻ്റെ ഫ്ലേവർ ഈ പഴത്തിന് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ ഇത് വെക്കാനുള്ള ഷേപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊരു ബോൾ എടുത്ത് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അതേ ഷേപ്പിൽ കിട്ടും കേട്ടോ. അതിനാണ് നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള എല്ലാതും ഇതേപോലെ ഷേപ്പാക്കി ബോളായി കിട്ടും. പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യണേ. കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. അതുപോലെ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല, അല്ലാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. പിന്നെ ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് എന്നുള്ളത്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ.
നമ്മൾ 6 ബോൾ എടുത്തു. 6 ബോളിലെ മാവും അതുപോലെ അകത്തുള്ള ഫില്ലിങ്ങും ഒക്കെ ഒരേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ചതല്ലേ, കാരണം അരിപ്പൊടി വേവാത്ത അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ആവിയിൽ ഇതുപോലെ വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് വിട്ട് വെക്കണം കേട്ടോ, ഒട്ടിപ്പിടിക്കും പെട്ടെന്ന് അരിപ്പൊടി നമ്മൾ ചേർത്തിട്ടുള്ളത് അതിനകത്ത്. പിന്നെ ചൂട് പോയതിന് ശേഷം മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചൂട് പോയതിന് ശേഷം മാത്രം ഇതേപോലെ എടുത്താൽ മതി, അപ്പോൾ ഷേപ്പിൽ കിട്ടുള്ളൂ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നല്ല പലഹാരമാണ്, നല്ല ടേസ്റ്റിയാണ്. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചായയുടെ കൂടെ കഴിക്കാനൊക്കെ ഇത് മാത്രം മതി കേട്ടോ. ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ നല്ല ചൂടുണ്ട്, ചൂട് പോകുന്നതിന് മുന്നേ വീഡിയോ എടുക്കേണ്ടതെന്ന് കരുതിയിട്ട് അങ്ങനെ കട്ട് ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.